ഹെഡ് വെയ്റ്റ് അഹങ്കാരം കൊണ്ട് നടക്കുന്ന എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും, ഇത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പ്രത്യേകം പറയുന്നു. ഹെഡ് വെയ്റ്റ് അഹങ്കാരം, പഠിച്ച് ജോലി നേടിയെന്നുള്ള എല്ലാം നേടിയെന്നുള്ള ഒരു അഹങ്കാരത്തിൽ നടക്കുന്ന കുറേ ടീമുകളുണ്ട്. എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ഡിസബിലിറ്റിയുടെ കാർഡ് കാണിച്ച് മരുന്ന് വാങ്ങാൻ പോയപ്പോഴത്തേക്കും ഓരോ കാർഡും പൊക്കി പിടിച്ച് ഇറങ്ങിക്കോളും എന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള സിസ്റ്റർമാരുണ്ട്, മാലാക്കന്മാരുണ്ട്. മനസ്സിലായി? എല്ലാവരും ആ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഹെഡ് വെയ്റ്റും അഹങ്കാരവും വെച്ചോണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാരും സിസ്റ്റർമാരും ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ അടുത്ത് ഔദാര്യത്തിനല്ല പേഷ്യൻസ് വരുന്നത്. നിങ്ങളെ ദൈവത്തെ പോലെ കാണുന്നതുകൊണ്ട്, നിങ്ങളിൽ ഒരു അത്രയും വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഓടി എത്തുന്നത്. മനസ്സിലായില്ലേ? ചിറയൻകീഴ് പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ഹോസ്പിറ്റലിൽ എന്തോ കടിച്ചു എന്ന് വരെ പറഞ്ഞിട്ട് പോലും അതൊന്ന് വ്യക്തമായിട്ട് നോക്കാനുള്ളൊരു മനസ്സ് അവർക്കില്ല. ഏതോ സിസ്റ്റർ നോക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ഡോക്ടർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്നാണ് വീട്ടുകാരുടെ ആരോപണം. ഒരു പാമ്പ് കടിച്ച് എത്രയും വേഗം ആൻറ്റിവെനം ഉള്ളിൽ ചെന്നില്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെടും എന്നുള്ളത് എത്ര സാധാരണക്കാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയാൻ പറ്റിയില്ല? അത് അറിയണം. അല്ലെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ച് പോകണം ഇത്രയും വേഗം. അല്ലാതെ മറ്റസുഖങ്ങൾ പോലെ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വെക്കേണ്ട ഒരു കേസാണ് ഇത്. എന്നിട്ട് വളരെ നിസ്സാരമായി ആ കുഞ്ഞിൻ്റെ ജീവൻ കണ്ടു. പല കേസുകളിലും ചിലർ ഒരു അഭിപ്രായം ചിലർ പറയുന്നതാണ്. ഡോക്ടേഴ്സും എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് ഫാമിലിയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ആ സ്ട്രെസ്സും സ്ട്രെയിനായിരിക്കും ഒരുപക്ഷെ ദേഷ്യ ഭാവത്തിൽ നമ്മളോട് പെരുമാറിയുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ പേഷ്യൻ്റായിട്ട് ചെല്ലുന്നവരുടെ മാനസികാവസ്ഥയോ, അപ്പോൾ ഒരു പേഷ്യൻ്റായിട്ട് ചെല്ലുന്നവരുടെയോ, അപ്പം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണം ലീവ് എടുത്ത്. അപ്പോൾ പൈസ വേണം, അതുകൊണ്ടല്ലേ ഓടി ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. ലോങ് ലീവ് എടുത്ത് വീട്ടിലിരിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ രോഗികളുടെ പുറത്തല്ല നിങ്ങളുടെ സ്ട്രെസ്സ് തീർക്കേണ്ടത്. രോഗികൾ നിങ്ങളെക്കാളും സ്ട്രെസ്സിൽ തന്നെയാണ് ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നത്. വളരെ കഷ്ടമായിപ്പോയി, വളരെ കഷ്ടം തോന്നുന്നുണ്ട്. വൈകിപ്പിച്ച് ആ കുഞ്ഞിനെ അങ്ങനെ ആക്കിയതാണെന്ന് തന്നെ പറയാം. നിങ്ങൾ ആ ആശുപത്രിക്കാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. ഈ കുഞ്ഞിനെ ഇത്രയും വൈകിപ്പിച്ച് അതിൻ്റെ ജീവൻ എടുത്തത് ആശുപത്രിക്കാർ തന്നെ ഉത്തരവാദി. പക്ഷേ എന്തുകൊണ്ട് കൊടുത്തില്ല? അവർ പറഞ്ഞല്ലോ, കടിച്ചു എന്ന് പറഞ്ഞല്ലോ. ലക്ഷണങ്ങൾ ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവുമല്ലോ പാമ്പ് കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ. എന്തിനു വെച്ച് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? അത് സ്ഥിരീകരിക്കാൻ എന്തിനു വൈകുന്നത്? പൈസ തരണോ? പൈസ കൂടുതൽ തന്നാലേ വേഗം സ്ഥിരീകരിക്കുകയുള്ളൂ. അങ്ങനത്തെ തന്നെ സമൂഹത്തിൽ നടക്കുന്നത്. ചുമ്മാ പറയുന്നൊന്നുമല്ല. പൈസ ഇറക്കിയാൽ വേഗം നടക്കും നടപടികൾ. അത് എവിടെയാണെങ്കിലും പൈസയുടെ പുറത്താണ് കളി. എല്ലാത്തങ്ങളും പൈസ ഉണ്ടെങ്കിൽ എന്ത് നാർത്തരം വൃത്തികേടും ചെയ്യാവുന്നൊരു നാടാണിത്. മനസ്സിലായോ? അനുഭവം കൊണ്ട് പറയാം. വൈകും. എല്ലാവർക്കും ചിലപ്പോൾ എപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകാനുള്ള പണം ഉണ്ടായെന്ന് വരത്തില്ല. ആൻറ്റിവെനം അത് നമ്മൾ വിശ്വസിച്ച് ചെല്ലുന്ന ആദ്യം നമ്മൾ എവിടെയാണോ എത്തുന്നത് ആ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ദയവ് ചെയ്ത് ഇത്രയെങ്കിലും മനുഷ്യത്വം കാണിക്കുക. നിങ്ങളുടെ ഹെഡ് പവർ അവിടെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് മനുഷ്യൻ എന്നൊരു പരിഗണന നൽകിയെങ്കിലും നോക്കുക. കാരണം നിങ്ങൾ ദൈവത്തെ പോലെ കണ്ടാണ് ഓരോ പേഷ്യൻസും നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. വെറുതെ നിങ്ങളുടെ വീട്ടിലുള്ളവരായിട്ട് കണ്ടെത്തുക. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാണ് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ ഇത്ര അലക്ഷ്യമായിട്ട് നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ നോക്കുമോ? നിൻ്റെയൊക്കെ മോനാണ് ആ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര അലക്ഷ്യമായിട്ട് നോക്കുമോ? എത്ര പെട്ടെന്ന് എന്താ പറയുക ബ്ലഡ് പരിശോധനയൊക്കെ നടന്നേന് അല്ലേ? നിൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ നീ അതുപോലെ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുത്തുമോ? അതുപോലെ തന്നെ നിൻ്റെ വീട്ടിലെ കുഞ്ഞായിരുന്നെങ്കിൽ ഇതുപോലൊരു അഹിതം സംഭവിക്കുമ്പോൾ 100 ന്യായങ്ങൾ നിരത്തിയിരിക്കുമോ? കണ്ടുപിടിച്ചില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ വരത്തില്ല. കാരണം അത് നിൻ്റെ മോനാണെന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടി നോക്കും. മനസ്സിലായില്ലേ? ഇത് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ച എൻ്റെ പാടെന്ന് പറഞ്ഞ കണക്കാണ്. എന്തായാലും വളരെ കഷ്ടമായിപ്പോയി. പിന്നെ പ്രത്യേകം ഒരു കാര്യം കൂടി പറയാണ്. ഇത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. നമ്മളെ നമ്മുടെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സും അതുപോലെ സ്വന്തം പോലെ പരിചരിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. എല്ലാവരും ഉദ്ദേശിച്ചല്ല. ചിലർ ഇത്തിരി പ്രശ്നമുള്ള ഇത്തിരി ഹെഡ് വെയ്റ്റ് കൂടുതലുള്ള കുറച്ച് ടീമുകളുണ്ട്. അവരെ മാത്രം ഉദ്ദേശിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പുച്ഛം പോലെ കാണുന്ന കുറച്ച് ടീമുണ്ട്. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ്. താങ്ക് യു.